ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. കുക്കറിൽ വളരെ ഈസി ആയിട്ട് എങ്ങനെ ചിക്കൻ മന്തി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുകയാണ്. അത് ഫ്രിഡ്ജിൽ വെച്ച മാഗി ക്യൂബാണ്. അപ്പോൾ അത് പെട്ടെന്നൊന്ന് അലിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചൂടുവെള്ളം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അതിലേക്ക് കുറച്ച് കളറ് ചേർത്ത് കൊടുക്കണം. റെഡ് ഫുഡ് കളറാണ്. നിങ്ങൾക്ക് കളറ് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണം. അത്ര നല്ലതൊന്നുമല്ല. വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണം. ഇപ്പോൾ ഞാൻ കുറച്ച് കളർഫുൾ ആകാൻ വേണ്ടിയിട്ട് കളർ ചേർത്തു എന്നുള്ളൂ. ഇപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂൺ മന്തി മസാല ഇടുന്നത്. അതൊരു ഏകദേശം ഒരു 3/4 കിലോയോളം ചിക്കൻ ഉണ്ടാകും. 3/4 കിലോനോളം ഉണ്ടാകും. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇപ്പോൾ ഞാൻ കഴുകി മാറ്റി വെച്ച ചിക്കനാണ്. നല്ല വിനിഗറും ഉപ്പൊക്കെ ഇട്ട് കഴുകി മാറ്റി വെച്ചതാണ്. ഇപ്പോൾ ഇത് നമ്മൾ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് വെളുത്തുള്ളിയോ ഇഞ്ചി പേസ്റ്റോ അങ്ങനെ ഒന്നും ചേർക്കണ്ട കേട്ടോ. വല്ലുള്ളിയോ ഒന്നും വേണ്ട. ഈ മസാല മാത്രം മതി. ചിക്കൻ ഇതിൽ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 1/2 അവർ ഫ്രിഡ്ജിൽ വെക്കുക. അത് ഫ്രീസറിൽ വെക്കണ്ട, താഴെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മാഗി ക്യൂബ് ഉള്ളെങ്കിൽ 1 ചേർത്താൽ മതി. പക്ഷേ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. റൈസ് ഇപ്പോൾ ഞാൻ 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. ഇത് കഫ്സ റൈസാണ്. ഇവിടുത്തെ സെല്ല റൈസ് എന്ന് പറയും. അതാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 1/2 kg റൈസാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ തിളപ്പിച്ച് ഊറ്റി മാറ്റി വെക്കുകയാണ്. അതിലേക്ക് ഇട്ട് വേവിക്കില്ല, തിളപ്പിച്ച് ഊറ്റി വെക്കുകയാണ്. ഇതൊരു 90% വേവാകുമ്പോൾ ഒന്ന് ഊറ്റി മാറ്റി വെക്കുക. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളകും കുറച്ച് ഗ്രാമ്പും കൂടിയാണ്. ഇത് കുക്കർ നന്നാക്കി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഒരു 4 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ വേണ്ടി വരും. അതായത് ചിക്കൻ നമ്മൾ താഴെ നിരത്താൻ പോവാണ്. അപ്പോൾ അത് അടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിക്കുന്നത്. കുരുമുളകും ഗ്രാമ്പും കൂടെ ഒന്ന് പൊട്ടുമ്പോൾ അതൊന്ന് കോരി വെക്കണം, കോരി മാറ്റി വെക്കണം. എന്നിട്ട് ആ എണ്ണയിലേക്ക് നമുക്ക് നേരത്തെ മസാല തേച്ച് വെച്ച ചിക്കൻ ഒന്ന് നിരത്തണം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ആ ചിക്കൻ ഇതിലേക്കൊന്ന് താഴെ നിരത്തി കൊടുക്കട്ടെ. 1 മണിക്കൂറിൽ കൂടുതലൊന്നും ഫ്രിഡ്ജിൽ വെക്കരുത്. കാരണം മാഗി ക്യൂബിൽ ഉപ്പുള്ളതുകൊണ്ട് ഉപ്പ് കൂടുതൽ ചിക്കനിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ 2-3 മാഗി ക്യൂബ് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. 1 മാഗി ക്യൂബ് ഉള്ളതെന്നുണ്ടെങ്കിൽ മാക്സിമം 1 അവർ വരെ ഫ്രിഡ്ജിൽ വെക്കാം. ചിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ച റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു 90% വെന്തിട്ടുണ്ട്. ഇതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു ലെയർ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഗ്രാമ്പും കുരുമുളകും മാറ്റി വെച്ചത് അത് ചേർത്ത് കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇവിടെ 3 ലെയറാണ് ഇടുന്നത്. ലെയർ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. 4 ലെയറോ 5 ലെയറോ ഇടുക. അതിപ്പോൾ ഞാൻ 1/2 kg റൈസ് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് 3 ലെയർ ഇടുന്നത്. അങ്ങനെ 3 ലെയർ ഇട്ടു. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചമുളക് വെറുതെ ഇട്ട് കൊടുക്കുകയാണ്. സ്പ്ലിറ്റ് ചെയ്യുന്നു വേണ്ട, ജസ്റ്റ് വെറുതെ ഇങ്ങനെ വെതറി കൊടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. അതിലേക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിക്കുകയാണ്. ഇനി പാലില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാലും മതി. അതൊന്നൊന്ന് കലക്കി എടുത്തിട്ട് റൈസിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കളർഫുൾ ആകാൻ വേണ്ടിയിട്ട്, ഫോട്ടോയൊക്കെ കുറച്ചൊന്ന് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ മന്തി വയ്ക്കുമ്പോൾ യെല്ലോ കളർ റെഡ് കളറൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. യാതൊരു നിർബന്ധവും ഇല്ല. ഇനി കുക്കറിൻ്റെ നടുഭാഗത്ത് ചെറിയ സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ ബൗളോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കുറച്ച് ചാർക്കോൾ കത്തിച്ച് കണലാക്കിയിട്ട് വെക്കണം. ചാർക്കോളെന്ന് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മൾ ചിരട്ടയില്ലേ, അത് കത്തിച്ച് കണലാക്കിയാലും മതി. നല്ല കണലായ ചാർക്കോളാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കണം. ആ ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല പുക വരും. ആ ടൈമിൽ കുക്കർ ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിലടിപ്പിക്കുക. കുക്കർ വിസിലടിച്ച് എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി അതൊന്ന് തുറന്ന് നോക്കട്ടെ. കുക്കർ തുറക്കുമ്പോഴേ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല സ്മോക്കി ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. റൈസും ചിക്കനും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം റൈസ് ഒന്ന് മാറ്റട്ടെ, എന്നിട്ട് ചിക്കനും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. റൈസൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടിയിൽ കുറച്ച് ചിക്കൻ ഉണ്ട്. ഇനി അതും കൂടെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള റൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് കളർ ചേർത്ത് കൊടുത്തത്. ഈ ബാക്കിയുള്ള ചിക്കനും കൂടെ ചേർത്തിട്ട് റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ കണ്ടില്ലേ, ചിക്കൻ അടിയിലൊന്നും പിടിച്ചിട്ടില്ല. കുറച്ച് ഓയിൽ ഒഴിച്ചത് കൊണ്ടാണ് അടി പിടിക്കാതിരുന്നത്. ഓയിൽ കുറവാണെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. ഇതിപ്പോൾ ഫ്രൈ ആയ പോലെ ആയിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ. ഇനിയിപ്പോൾ ഓയിൽ അധികം റൈസിലേക്ക് വേണ്ടാന്നുള്ളവർക്കാണെങ്കിൽ ഈ ടൈമിൽ ഓയിൽ ചേർക്കാതെ ചിക്കൻ മാത്രം ചേർത്തെടുക്കും. പക്ഷേ ആ ഓയിലും കൂടി ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഞാൻ ചിക്കനും റൈസും കൂടെ മിക്സ് ചെയ്തെടുത്തതാണ്. ഇനിയിപ്പോൾ നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാം. വെന്തുടഞ്ഞു പോയത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ കിട്ടൂല, മന്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടൂല. വേവ് കുറഞ്ഞു പോവുകയും ചെയ്യരുത്. വേവ് കുറഞ്ഞു പോയാൽ റൈസിലേക്ക് ചിക്കൻ്റെ ഫ്ലേവർ ഒന്നും പിടിക്കില്ല. അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഈ ചിക്കൻ മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്